റഷ്യയിലെ ഉറഞ്ഞുതൂങ്ങിയ ആ മഞ്ഞുമലയിൽ, മരണത്തിന്റെ മലനിരകൾ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് 9 പേർ ടെന്റടിച്ച് കിടക്കുകയായിരുന്നു. പുറത്ത് അസ്ഥി തുളക്കുന്ന -30 ഡിഗ്രി തണുപ്പ്. കൊടുങ്കാറ്റിന്റെ ഭീകരമായ ഓരിയിടൽ മാത്രം കേൾക്കാം. പെട്ടെന്നാണ് ആ ടെന്റിനുള്ളിൽ അത് സംഭവിച്ചത്. അവരെന്താണ് കണ്ടതെന്ന് ഇന്നുമറിയില്ല. പക്ഷേ ഭയം അവരുടെ തലച്ചോറിലേക്ക് ഇരച്ചുകയറി. ടെന്റിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. ഉള്ളിൽ നിന്ന് കത്തി ഉപയോഗിച്ച് ടെന്റ് കീറിമുറിച്ച് അവർ പുറത്തേക്ക് ജീവനും കൊണ്ട് ഓടി. വെറും അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച്, ബൂട്ട്സ് പോലും ഇടാതെ, ആ കൊടും തണുപ്പിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടണമെങ്കിൽ ആ ടെന്റിനുള്ളിൽ അവരെ കാത്തിരുന്നത് എന്തായിരുന്നിരിക്കണം. മാസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘം ആ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ കണ്ട കാഴ്ചകൾ ഏതൊരു ഹൊറർ സിനിമയെയും വെല്ലുന്നതായിരുന്നു. തകർന്ന തലയോട്ടികൾ. വന്യമൃഗങ്ങൾ ആക്രമിച്ച ലക്ഷണമില്ല. പക്ഷേ ചിലരുടെ തലയോട്ടി ശക്തമായ ആഘാതത്തിൽ തകർന്നിരുന്നു. ഒരു പെൺകുട്ടിയുടെ നാവും കണ്ണുകളും നിഗൂഢമായി അപ്രത്യക്ഷമായിരുന്നു. ശരീരത്തിന് പുറത്ത് ഒരു പോറൽ പോലുമില്ല. എന്നാൽ വണ്ടിയുടെ ആക്സിഡന്റിൽ പെട്ടതുപോലെ ശരീരത്തിനുള്ളിലെ എല്ലുകൾ മുഴുവൻ തകർന്നുപോയിരുന്നു. ഒരു അദൃശ്യ ശക്തി അവരെ ഉള്ളിൽ നിന്ന് തകർത്തതുപോലെ. ഇതിനെല്ലാം പുറമെ, ആ മരവിച്ച ശരീരങ്ങളിലെ വസ്ത്രങ്ങളിൽ വൻതോതിൽ റേഡിയേഷന്റെ സാന്നിധ്യവും കണ്ടെത്തി. അവിടെ മനുഷ്യരില്ലായിരുന്നു, മൃഗങ്ങളുമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഇരുട്ടിൽ, ആ ടെന്റിനുള്ളിൽ അവരുടെ ജീവനെടുത്തത് ആരായിരിക്കും? പ്രകൃതിയുടെ ശാപമോ, അതോ ഭൂമിക്ക് പുറത്തുനിന്നുള്ള മറ്റെന്തെങ്കിലുമോ? ഡയാറ്റോവ പാസ് ദുരന്തം എന്ന ആ രഹസ്യം ഇന്നും ആ മഞ്ഞുമലകളിൽ ഒളിഞ്ഞു കിടക്കുന്നു. ഇത് പോലുള്ള കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യൂ.